എന്തുകൊണ്ടാണ് മഞ്ഞപ്പിത്തം മാറിയതിനു ശേഷവും ബിലിറുബിന്റെ അളവ് കുറയാതിരിക്കുന്നത്? ഇതിന്റെ കാരണങ്ങൾ എന്താണ്? ഇതിനു വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞപ്പിത്തത്തിന് ശേഷം ബ്ലഡിൽ ബിലിറുബിന്റെ വേരിയേഷൻസ് കാണിക്കുന്നത് പൊതുവെ നോർമൽ ആണ്. ചില സമയത്ത് 3-4 ആഴ്ചയോ അല്ലെങ്കിൽ 1-2 മാസം കഴിയുമ്പോഴേക്കും ഈ ബിലിറുബിന്റെ ലെവൽസ് നോർമൽ ആയിട്ട് വന്നേക്കാം. മഞ്ഞപ്പിത്തത്തിന്റെ യാതൊരു തര ലക്ഷണവും കാണിക്കാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ബിലിറുബിന്റെ വേരിയേഷൻസ് കാണിക്കുന്നത്. ഇതിന് പല കാരണങ്ങൾ ഉണ്ട്. ക്ഷീണമോ തളർച്ചയോ, സ്കിന്നിന് മഞ്ഞപ്പോ, സ്കിൻ ഇച്ചിങ്ങോ, വയറുവേദനയോ, അല്ലെങ്കിൽ യൂറിന് അമിതമായിട്ടുള്ള ഡാർക്ക് കളറോ, സ്റ്റൂൾ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നതിന് പീൽ കളറോ, അങ്ങനത്തെ ഒന്നും സിംറ്റംസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ബിലിറുബിൻ ലെവൽസ് ബ്ലഡിൽ മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ബിലിറുബിന്റെ ടെസ്റ്റ് ഒന്ന് ചെയ്യേണ്ടതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഒരാഴ്ചയോ അല്ലെങ്കിൽ 1-2 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നമുക്കിത് പൊതുവെ നോർമലിലേക്ക് വരുന്നതാണ്. തീരെ ഇത് നോർമലിലേക്ക് വരാതെ വരികയും നമ്മുടെ സിംറ്റംസ് വളരെ മൈൽഡായിട്ട് വളരെ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതാണ്. പൊതുവെ നമുക്ക് ഇങ്ങനെ ബിലിറുബിന്റെ അളവ് കുറയാതെ വരുന്നത് നമുക്ക് മഞ്ഞപ്പിത്തത്തിന് ശേഷം നമ്മുടെ ഇപ്പൊ വൈറൽ ഹെപ്പറ്റൈറ്റിസോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മഞ്ഞപ്പിത്തം എന്ന ലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം ലിവറിന്റെ ഇൻഫെക്ഷൻസ് അതേപോലെ തന്നെ ചെറുതായിട്ട് നിലനിൽക്കുന്നുണ്ടാവാം. ലിവർ പൂർണ്ണമായിട്ടും ഭേദമാകാതെ വരുന്ന കണ്ടീഷനിലും നമുക്ക് ഈ ബിലിറുബിന്റെ അളവ് ചെറിയൊരു വേരിയേഷൻസ് ബ്ലഡിൽ കാണിക്കാറുണ്ട്. ചെറുതായിട്ട് ലിവർ ഇൻഫെക്ഷനോ ലിവർ ഡാമേജ് ഒക്കെ ഉള്ള സമയത്തും ഇങ്ങനെ കാണിക്കാറുണ്ട്. ഫാറ്റി ലിവർ, ലിവർ സീറോസിസ് അല്ലെങ്കിൽ ലിവർ ഫൈബ്രോസിസ് ഒക്കെ ഉള്ളവർക്കും ഈ ഒരു മഞ്ഞപ്പിത്തം വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ബിലിറുബിന്റെ ലെവൽസ് കുറയാതെ ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് ആയിട്ട് ആൽക്കഹോൾ ഹാബിറ്റ് ഉള്ളവർക്കും ഈ ഒരു മഞ്ഞപ്പിത്തത്തിന് സമയത്തോ അതിനു മുന്നേ ഒക്കെ ആയിട്ടും ആൽക്കഹോൾ ഹാബിറ്റ് ഉള്ളവർക്കും ബിലിറുബിന്റെ ലെവൽസ് കുറയാതെ കണ്ടുവരാറുണ്ട്. ബൈൽ ഡക്റ്റിൽ ബൈൽ ഫ്ലോയ്ക്ക് എന്തെങ്കിലും തടസ്സം വരുന്ന സമയത്ത്, പ്രധാനമായിട്ടും എന്തെങ്കിലും പിത്താശയത്തിൽ എന്തെങ്കിലും ഒരു പോളിപ്പോ അല്ലെങ്കിൽ പിത്താശയ കല്ലോ ഉള്ള സമയത്താണ് കൂടുതലായിട്ടും ഇങ്ങനെ കണ്ടുവരുന്നത്. ആ ഒരു സമയത്തും ബിലിറുബിന്റെ ലെവൽസിൽ ചെറിയ വേരിയേഷൻസ് ബ്ലഡിൽ കാണിക്കാറുണ്ട്. പിന്നെ ക്രോണിക് ആയിട്ട് വരുന്ന കണ്ടീഷൻ, ജനറ്റിക് കണ്ടീഷനായി ഗിൽബർട്ട് സിൻഡ്രോമിലും നമുക്ക് ഈ ഒരു ബിലിറുബിന്റെ ലെവൽസിൽ വേരിയേഷൻസ് കാണിക്കാറുണ്ട്. ഇത് പൊതുവെ നമുക്ക് ജനറ്റിക് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആണ്. സോ ഇത് നമ്മുടെ ലിവറിൽ ബിലിറുബിന്റെ പ്രോസസ്സിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കാതെ വരുന്ന ഒരു കണ്ടീഷൻ ആണിത്. സോ ഈ ഒരു കണ്ടീഷൻ ജന്മനാ ഉള്ളവരിലും നമുക്ക് ബിലിറുബിന്റെ ചെറിയ വേരിയേഷൻസ് അവർക്ക് എപ്പോഴും ബ്ലഡിൽ കാണിക്കാറുണ്ട്. ഹീമോലൈസിസ് കൂടുതലായിട്ടുള്ളവർക്ക്, ഇപ്പൊ RBC സെൽസ് അഥവാ ചുവന്ന രക്താണുക്കളുടെ ഡിസ്ട്രക്ഷൻസ് കൂടുതലായിട്ട് നടക്കുന്നവരിൽ ബിലിറുബിന്റെ ലെവൽസിൽ വേരിയേഷൻസ് കാണിക്കാറുണ്ട്. ഹീമോഗ്ലോബിന്റെ കുറവ് മൂലവും കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ LDH ലെവൽ വളരെ കൂടുതലായിട്ടുള്ളവരിലും ഈ ബിലിറുബിന്റെ വേരിയേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചതിന് ശേഷം പ്രോപ്പർ ആയിട്ട് ഒരു റെസ്റ്റ് എടുക്കാത്തവരിലും പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാത്തവരിലുമാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ബിലിറുബിന്റെ വേരിയേഷൻസ് കണ്ടുവരാറുള്ളത്. നമുക്ക് മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത് ലിവറിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കേണ്ടത്. സോ ചിലർ എന്ത് ചെയ്യും, അമിതമായിട്ടുള്ള ഓയിലി ഫുഡും ഫ്രൈഡ് ഐറ്റംസും ഒക്കെ ധാരാളം കഴിക്കാറുണ്ട്. സോ അങ്ങനെയൊന്നും ഡയറ്റ് പ്രോപ്പർ ആയിട്ട് നോക്കാത്തവരിലും വേരിയേഷൻസ് കാണിക്കാറുണ്ട്. തീരെ കുറയാതെ നിൽക്കുന്നവരാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്കൊരു മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻസ് നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന സമയം വരെ എടുക്കുക. എന്നിട്ട് സിംറ്റമാറ്റിക്കലി ബെറ്റർ ആണെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ബിലിറുബിൻ നോർമൽ ആണെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഡയറ്റ് ഒക്കെ നോക്കി റെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. സിംറ്റമാറ്റിക്കലി ബെറ്റർ ആവുകയും ബിലിറുബിന്റെ ലെവൽ കുറയാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഡയറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലിവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കേണ്ടതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ്. ഓയിലി ഫുഡും അമിതമായിട്ടുള്ള ജങ്ക് ഫുഡുകളും കുറെ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളും എക്സസ് ആയിട്ട് നമ്മൾ ഉപ്പ് കഴിക്കുന്നതും അതുപോലെ തന്നെ എണ്ണയിൽ വറുത്ത് പൊരിച്ച ഭക്ഷണങ്ങളും ബേക്കറി ഐറ്റംസും കഫീനേറ്റഡ് ഡ്രിങ്ക്സും പ്രധാനമായിട്ടും ആൽക്കഹോൾ ഡ്രിങ്ക്സും നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ബിലിറുബിൻ നോർമലിലേക്ക് വരുന്ന ടൈം വരെ നമ്മൾ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ബോഡീനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. വെള്ളം നന്നായിട്ട് കുടിക്കുക. ധാരാളം നമുക്ക് സാധാരണ വെള്ളം കുടിക്കാം, ഇല്ലെങ്കിൽ ജീരക വെള്ളം കുടിക്കാം, കരിക്കിന്റെ വെള്ളവും കുടിക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാം. ഫൈബർ അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളമായിട്ട് കഴിക്കാം.
ചിലർക്ക് നമുക്കിപ്പം ഓറഞ്ച് ഒക്കെ സിട്രസ് ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഡൈജഷന്റെ ഇഷ്യൂസോ നമുക്ക് വയറിന് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത്തരം ഫ്രൂട്ട്സുകൾ ഓറഞ്ചോ അല്ലെങ്കിൽ ലെമണോ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഓറഞ്ച് ഒക്കെ കഴിക്കാവുന്നതാണ്. ബാക്കി എല്ലാത്തരം ഫ്രൂട്ട്സുകളും നമുക്ക് ഈ ഒരു ടൈമിൽ കഴിക്കാവുന്നതാണ്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാതെ അൺനെസസറി ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം തലവേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡോള് പാരസെറ്റമോൾ ഒക്കെ എടുക്കാറുണ്ട്. സോ അങ്ങനെയൊന്നും ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കാൻ പാടില്ല. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമുള്ള മെഡിക്കേഷൻസും അതുപോലെ തന്നെ സപ്ലിമെന്റ്സും മാത്രമേ ഈ ഒരു ടൈമിൽ എടുക്കാൻ പാടുള്ളൂ. പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റും വളരെയധികം അത്യാവശ്യമാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നോർമലിലേക്ക് വരുന്നുണ്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു 1 or 2 monthsനുള്ളിലും നമുക്ക് ഈ ഒരു ബിലിറുബിന്റെ ലെവൽസ് നമുക്ക് തീരെ കുറയാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടറെ നമ്മൾ ഇൻഫോം ചെയ്യേണ്ടതാണ്. സോ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അതിൽ ആവശ്യമായിരിക്കും. ചിലപ്പോൾ നമുക്ക് USG അബ്ഡോമിനൽ സ്കാൻ നമുക്ക് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ലിവർ ഫാറ്റി ലിവറിന്റെ ഇഷ്യൂസോ ലിവർ സീറോസിസോ അല്ലെങ്കിൽ മറ്റ് ലിവർ ഇൻഫ്ലമേഷൻസോ ഇൻഫെക്ഷൻസോ ഉണ്ടോ എന്ന് നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. നെഗ്ലക്ട് ചെയ്യാതിരിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുക. ഈ പറഞ്ഞ റീസൺസ് ഒന്നും ഇല്ലാന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. 3-4 ആഴ്ചയിൽ നമുക്കിത് കൺട്രോളിലേക്ക് വരുന്നതാണ്. എന്നിട്ടും കുറയാത്തവർക്കാണ് ഇങ്ങനത്തെ ഗിൽബർട്ട് സിൻഡ്രോം ആണോ അല്ലെങ്കിൽ ലിവറിന് മറ്റെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കൂടുതലായിട്ടും ആൽക്കഹോൾ ഹാബിറ്റ് ഉള്ളവരാണ്. ഈ സമയത്ത് സ്ട്രിക്ട്ലി നമ്മൾ ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. വെള്ളവും ധാരാളമായിട്ട് കുടിക്കുക. പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കിത് നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.